നമ്മളിപ്പോൾ നിൽക്കുന്ന അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴയിൽ ആ കാണുന്ന ഉമ്മയുടെ ബിരിയാണി കച്ചവടത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ ഉമ്മയുടെ ബിരിയാണി കച്ചവടത്തിനെ പറ്റി ഒന്ന് ആ ഉമ്മയുടെ തന്നെ ചോദിക്കാം. ഉമ്മ, ഇത്രയും നേരമായിട്ട് ബിരിയാണി ഒന്നും വിറ്റ് പോയില്ലേ? ഇപ്പം എത്ര മണിക്ക് വരുന്നേ ഉമ്മ ഇവിടെ? 11 മണി തൊട്ട് എത്ര മണി വരെ നിൽക്കും? 3 മണി വരെ ഇവിടെ നിൽക്കൂ? അല്ല, അപ്പോൾ ഉമ്മയുടെ വീട് എവിടെയാ? അപ്പോൾ പായക്കുള്ളിൽ നിന്ന് അമ്പലപ്പുഴ വരെ വരുവാ? അല്ല, അപ്പോൾ അവിടെ കച്ചവടം ചെയ്യാനുള്ള അവിടെ നിന്ന് ഇവിടം വരെ ഒട്ടക്കൂലി മുടക്കി വന്നിട്ട് ഇതുവരെയായിട്ട് ചില ദിവസം ഇങ്ങനെ കിട്ടത്തില്ല. അല്ല, അപ്പൊ ഉമ്മ ഒറ്റക്കാണ് ഇത് ചെയ്യുന്ന? അല്ല, മുമ്പേ ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? അതെവിടെയായിരുന്നു? അല്ല, അപ്പൊ അത് നിർത്തിയിട്ട് ഇതിലോട്ട് വരാൻ? അപ്പൊ ബിരിയാണി കച്ചവടത്തിലോട്ട്? അപ്പൊ ബിരിയാണി കച്ചവടം മുമ്പ് ചെയ്ത് അതാണ് ചെയ്തുകൊണ്ടിരുന്നത് മുമ്പോട്ട്? എവിടെ? ഇവിടെയോ? അപ്പൊ നിങ്ങൾ ഈ പാചകത്തിന്റെ ഇതൊക്കെ പറഞ്ഞ് വെച്ചൊക്കെ കൊടുക്കും? ഓർഡർ കിട്ടിയാൽ ചെയ്യൊക്കെ ചെയ്യും? ഇപ്പോൾ ചെയ്യുന്നൊക്കെ ഉണ്ട് ആവശ്യക്കാർക്കൊക്കെ? ചില സമയത്ത് ഇങ്ങനെ പോകത്തില്ലല്ലേ? ഈ കറക്റ്റ് ലൊക്കേഷൻ അമ്പലപ്പുഴ ജംഗ്ഷൻ. അപ്പോൾ അമ്പലപ്പുഴ ഈ ലൊക്കേഷനിൽ പോകുന്നവരെല്ലാം മാക്സിമം ആൾക്കാർ ഇവിടെ കയറി ഉമ്മയുടെ ഒരു ബിരിയാണി മേടിച്ച് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ 2 ചിക്കനും ബീഫും ഉണ്ടോ? ചിക്കൻ മാത്രമേ ഒളിപ്പുള്ളൂ. 2 പീസ് ചിക്കനും വെച്ച് അരി ആണ് നെയ്യിടാത്തൊക്കെ വറുത്തൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അരിക്കാട് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ഇയാൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടവും. ക്വാളിറ്റി ഒന്നും ഒരു കളറോ മറ്റൊന്നും ചേർക്കത്തില്ല. അതായത് ഫുഡിൻ്റെ അവിടെ നിന്ന് നമ്മളെ ഇതുള്ളത് കൊണ്ട് ലൈസൻസൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഫുഡ് കളറൊന്നും ചേർക്കത്തില്ല. അത് വരിക്കട ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കളറുകളൊന്നും ചേർക്കാതാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ വരിക്കാണെങ്കിലും നല്ല അഭിപ്രായമാണ് ആൾക്കാർ മിക്കവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലാതെ നമ്മൾ കളർ ചേർക്കുകയോ വേറൊന്നും ഒരു കെമിക്കലോ പിന്നെ അതായത് ബിരിയാണിക്ക് കളർ കിട്ടാൻ വേണ്ടി കളർ ചേർക്കുക, ചിക്കൻ കളർ കിട്ടുക, അങ്ങനെ ഒന്നുമല്ല. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മസാലയൊക്കെ റെഡിയാക്കി. അമ്പലപ്പുഴ പോകുന്നവർ മാക്സിമം ഉമ്മയുടെ കയറി മേടിക്കുക. കാരണം എവിടെയായിരുന്നു? എവിടുന്നായിരുന്നു വരുന്നത്? ഞങ്ങൾ പായക്കുളങ്ങര അമ്പലത്തിൻ്റെ പായക്കുളങ്ങര അമ്പലത്തിൽ നിന്ന് അമ്പലപ്പുഴ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടം വരെ? ഇവിടെ എത്ര ദൂരം കച്ചേരിമുക്ക് എത്ര ഉണ്ടെന്ന് എനിക്ക് 1 കിലോമീറ്റർ ഉണ്ടാകും. അതിൻ്റെ തൊട്ട് നടുക്കായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്. കച്ചേരിമുക്ക് ജംഗ്ഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് നടുക്ക് അമ്പലവും ഇതുമായിട്ട് ഇങ്ങനെ അടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഫ്രണ്ട്സ് പിന്നെ പലരിക്കടയുടെ തൊട്ടടുത്ത്. അല്ല, അവിടുന്ന് ഓട്ടോ വിളിച്ചല്ലേ ഇവിടം വരെ വരുന്നത്? ഓട്ടോ വിളിച്ചായിരുന്നു. രാവിലെയും വൈകിട്ടും ഓട്ടോ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നടന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൂരം ഉണ്ടല്ലോ. വായ്ക്കുളങ്ങര അമ്പലം എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറശ്ശേരി കാണുന്നു, അപ്പുറത്തോട്ട് മാറി. അപ്പോൾ അവിടം വരെ നമുക്ക് ഇതൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. എല്ലാ സാധനവും ഞങ്ങളങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. അപ്പം ഇതുവഴി പോകുന്നവരെല്ലാം മാക്സിമം ഉമ്മയടിക്ക് കയറി ഒരു ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് പോവുക. കാരണം ഇപ്പോൾ സമയം ഏകദേശം 3 മണിക്ക് അടുത്താറുണ്ട്. അപ്പോൾ അതേ ഇപ്പോഴും മിച്ചമാണ്. അത് ചില സമയത്തായിരിക്കും ഇങ്ങനെ വരുന്നത്. ചില സമയത്ത് ഇപ്പൊ ഉമ്മയുടെ ജീവിത മാർഗം ഇതാണ് നിങ്ങളുടെ മാർഗം പോകുന്നത്. അപ്പോൾ ഇതുവരെ വരുന്നവർ മാക്സിമം ഇതൊക്കെ മേടിച്ചൊന്ന് സഹായിക്കുക. നിങ്ങൾ മേടിച്ചൊന്ന് കഴിച്ചു നോക്കുക, എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയുക. നിങ്ങൾ മേടിച്ച് അഭിപ്രായം സ്വന്തമായിട്ട് പറയുക, അതായിരിക്കും അതിൻ്റെ നല്ലത്. ഒന്ന് കഴിച്ചു നോക്കുക. ആ കടയിലെ വാപ്പയും വന്നിട്ടുണ്ട്. നമുക്ക് ആ വാപ്പയോടും കൂടെ ചോദിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് വാപ്പക്ക് പറയാനുള്ളത്? ഈ കച്ചവടത്തിൻ്റെയൊക്കെ കച്ചവടം ഇങ്ങനെ പോകുന്നു. ഞാൻ അരി വറുത്താണ് വെക്കുന്നത്. അതായത് ആദ്യം മുതൽ എനിക്ക് ബിരിയാണിയുടെ പണിയുള്ളൂ. ഗൾഫിലൊക്കെ ഞാൻ പണി. ഗൾഫിലെ ഇതായിരുന്നു? ഗൾഫിലേക്ക് ബിരിയാണി ഇതായിരുന്നു. അങ്ങനെ ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് 2-3 അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. ആണോ? അപ്പോൾ അത് കാരണം ഒരു 5 കിലോ കുറച്ച് ബിരിയാണി വെച്ച് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. ജീവിത മാർഗമായിട്ട് പോകണം ഇപ്പോൾ. അതെ.
അപ്പോൾ മുമ്പ് ബജ്ജിക്കടയിൽ നിന്ന് ഇപ്പോൾ ഇതിലോട്ട് വന്നു. ഇതിലോട്ട് വന്നു. ബജ്ജിക്കട വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാമായിരുന്നു. ഇതിപ്പോൾ തുടങ്ങിയപ്പോൾ എത്ര നാളായി ഈ ബിരിയാണിയുടെ ഇത് ഇവിടെ? 2 കൊല്ലം കഴിഞ്ഞല്ലേ അവന്? ഇപ്പൊ ഞങ്ങൾ നമ്മൾ വിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലമായി ഇപ്പോൾ ഈ ബിരിയാണി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കച്ചവടമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. ബിരിയാണി ഒരുമാതിരിയൊക്കെ ചിലവായി. ചില സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വരും. വന്നാലും ഞാൻ അത് ആർക്കെങ്കിലും കൊടുക്കും, വില കുറച്ച് കൊടുക്കും. വില കുറച്ച് കൊടുത്തു എൻ്റെ മുതൽ കിട്ടാൻ വേണ്ടി 20 രൂപ വെച്ച് ഒരു 3 മണി കഴിയും, ഉച്ചയ്ക്ക് 3 മണി കഴിയും. ബാക്കി ഉണ്ടെങ്കിൽ ആ അത്ര മനസ്സ് വരെ കാണിക്കുന്നുണ്ട്. ഇത്ര അവസ്ഥയിലും അത്ര മനസ്സ് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനുള്ള മനസ്സിക്ക കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് വലുത്. പിന്നെ ഓർഡർ ചെയ്ത് കൊടുക്കും, ഓർഡറൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് വീഡിയോ കണ്ട് ഓർഡറൊക്കെ വിളിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കും. അല്ല അവിടെ പോയി ചെയ്തു കൊടുക്കുന്നതാണ് ചെയ്ത് അവിടെ ചെന്ന് ചെയ്ത് കൊടുക്കും, അല്ലാതെ കൊടുക്കാം, വെയിച്ച് കൊടുക്കും. ഏത് ചിക്കനും ബീഫും എല്ലാം എല്ലാം ഒട്ടകം വരെ വെക്കുന്ന ആളാണ്. എല്ലാം വെക്കും. പക്ഷെ ഞാൻ അരി വറുത്തേ വെക്കത്തുള്ളൂ, ടേസ്റ്റോട് കൂടും. ആ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസമില്ല. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അമ്പലപ്പുഴ പരിസരത്താണ്. ഇപ്പോൾ ഈ കട ബിരിയാണി തന്നെ ആഗ്രഹത്തോടെ അമ്പല പരിസരത്ത് വന്നാൽ മസ്റ്റായിട്ട് കഴിച്ചിട്ട് പോകാം. അതെ കഴിച്ചു.